നമ്മൾ പതിവ് ദിവസം പോലെ തന്നെയാണ് നമ്മളെ ദിവസങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഒരു ചേഞ്ച് ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് മാച്ച് കളിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ സാൽമിയയിൽ എത്തിക്കൊണ്ട് നിൽക്കുന്നത് ഞാനത് ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ്സൊന്നും നിർത്തുന്നില്ല, ബസ്സുകാർക്കൊക്കെ ഭയങ്കര തിരക്കാണ്. ഇതാണ് സാൽമിയ ഫുട്ബോൾ ക്ലബ്ബ്. അതാ കാണുന്നതാണ്. നല്ല അടിപൊളി ടീമാണ്, അത്യാവശ്യം റാങ്ക് ലിസ്റ്റിലൊക്കെ ഉള്ള ടീമാണ്. ഇതാണ് അതുപോലെ ലോഗോ, വലിയൊരു ലോകം തന്നെ ഉണ്ട് അവിടെ. 3-4 ഗ്രൗണ്ടുള്ളിൽ തന്നെ ഉണ്ട്. ഇത് നമ്മളെ കോച്ചിൻ്റെ വണ്ടിയിൽ നമ്മൾ പിന്നെ സബാഹിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കുവൈത്തിൽ ഏകദേശം കുറച്ച് ലോങ് ഓടാണ്ട്, പക്ഷേ ഏകദേശം ഒരു എൻഡ് തന്നെ. അവിടെ നമ്മൾ കളി, അവിടുത്തെ ഒരു നല്ലൊരു ക്ലബ്ബായിട്ടാണ് കളി. സബാഹിയ സ്പോർട്സ് ക്ലബ്ബ് എന്നാണ് അവിടുത്തെ ക്ലബ്ബ്. ആ ഒരു ക്ലബ്ബായിട്ട് നമ്മൾ ഇന്നത്തെ ഫ്രണ്ട്ലി മാച്ച്. ഞാനിപ്പോൾ മൊറോക്കോ ടീമാണ് നമ്മളെ ടീം. നമ്മൾ കോച്ച് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോച്ചാണ്. അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള കോച്ചാണ്. ഇവിടുത്തെ കുവൈത്തിലെ പല ക്ലബ്ബിലും മൂപ്പരുണ്ടേനി. എന്നൊക്കെ റിസൈൻ ചെയ്ത് വന്നാണ്. ഇപ്പോൾ അത്യാവശ്യം മൂപ്പർ ഒരു ക്ലബ്ബ് ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്, SSA സാൽമിയറുടെ ക്ലബ്ബ്. ഇത് ഫുള്ള് മൊറോക്കൻസാണ്. ഇതാണ് നമ്മുടെ ആ ഒരു സബാഹിയ ഗ്രൗണ്ട്. ഒരു അടിപൊളി ഗ്രൗണ്ട് കേട്ടോ, ഇൻ്റർനാഷണൽ ഗ്രൗണ്ട് തന്നെ, സൂപ്പർ, ഫുള്ള് ഗ്രാസാണ്. അപ്പോൾ ഒരു ലോകം തന്നെ അതൊക്കെ. ഇവർക്കൊക്കെ ഭയങ്കര സംവിധാനങ്ങൾ അവിടെയൊക്കെ ഉണ്ടോ. ആ ടീം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടില്ല എന്നാലും നമ്മൾ ഇവിടെ കയറിയാൽ എനിക്ക് കുറേ ഫാൻസാറുണ്ട് കേട്ടോ. ഇതാണ് അമൻ നമ്പ്യാർ, സൂപ്പർ പ്ലെയറാണ്. സ്പെയിനിലാണ് അവനിപ്പോൾ പഠിക്കുന്നത്. അവിടുത്തെ അമേസിങ് പ്ലെയറാണ്. അവിടെ അലി, നമ്മളെ കട്ട ചെക്കന്മാരാണ്. ഒക്കെ മൊറോക്കൻസ് കേട്ടോ. ഒക്കെ ചെറിയ വയസ്സൊക്കെ ഉള്ളൂ, പക്ഷെ കിട്ടിയില്ല കളിക്കാരാണ്. സൂപ്പർ കളിക്കാറ്. നമുക്ക് എൻ്റെ ഫാൻസൊക്കെ എൻ്റെ ഓരോ സേവിൽ ഇങ്ങനെ മയങ്ങി വെക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര കളിക്കാരാണ്. നല്ല ഗ്രൗണ്ടാണ്, സൂപ്പർ ഗ്രൗണ്ടാണ്. ആ ടീമാട്ടോ നമ്മൾ എൻ്റെ ടീം പ്രാക്ടീസ് തുടങ്ങി. ഞാനിതാ ലേറ്റ് ആയതുകൊണ്ട് ഡ്രസ്സ് മാറുള്ളൂ. ആ ടീമായിട്ടാണ് കളിട്ട്. ആ ടീം നല്ല ടീമാണ്. എൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് ആകെ പകുതി തന്നെ ഡൗൺ ആയിപ്പോയി ഞാൻ. കാരണം കീപ്പർ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ ആൾ കൊല്ലും കോച്ചിട്ടിട്ട്. അപ്പോൾ തന്നെ ഡൗൺ ആയിപ്പോയി. ടീമിൻ്റെ ചെറിയ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് നിന്ന്. നല്ല കോച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ, സൂപ്പറാണ്. നല്ല ടീമാണ്, നല്ല വർക്കൗട്ട് കോച്ച്. അതാ കളി കഴിഞ്ഞിട്ടോ. കളി നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മളവിടെ കളിക്കുന്നുണ്ട്. കളി കഴിഞ്ഞ് 4-2 സ്കോർ. 4 ഗോളും തോറ്റിട്ടോ. അവിടെ അയാൾ പേരും ചൂടാവുന്നുണ്ട് ആ ടീമിനോട്. ടീമിൻ്റെ മാനേജറാണ്, കുവൈത്തിയാണ്. ടീമിൻ്റെ മാനേജറാണ് കുവൈത്തി. നല്ല ചൂടാവുന്നുണ്ട്. കളി കഴിഞ്ഞ് കളിക്ക് ഞാൻ ഗ്രൗണ്ടിന് എൻ്റെ ഒരു ഇത് കൊടുത്ത് ഞാൻ അങ്ങനെ കയറി വരികയാണ്. നല്ല അമ്മോ ചൂടും ഭയങ്കര വയർത്ത് ഒലിച്ച് കഴിഞ്ഞ്. ഇത് നമ്മൾ കണ്ടിട്ടോ. ഇത് ഇവിടുത്തെ അത്യാവശ്യം ദമ്മുള്ള വണ്ടിയാണ്, നമ്മുടെ ഒരു കളിക്കാരൻ്റെ വണ്ടിയാണ്. ഇതിലാണ് നമ്മൾ പോണത്. ക്ലീറ്റ മുമ്പിലിരിക്കുന്നുണ്ട്. നല്ല ചെക്കൻ റൈഡർ, നല്ല മൂടുള്ള ആളാണ്. നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ. അങ്ങനെ നമ്മൾ ഫർവാനി എന്ന സ്ഥലത്തെത്തി. അവിടെ ഉള്ളിൽ ഇറക്കി. അവിടുന്ന് ഞാൻ ബസ്സിന് പോകണം, ബസ്സോ ടാക്സിയോ. കുറേ കുറേ സമയം അങ്ങനെ കാത്തുനിന്ന്. ബസ്സില്ലേനി അന്നൊരു ലേറ്റായി പോയി. ഞാൻ 12 മണിയൊക്കെ കഴിഞ്ഞിനി അവിടെ എത്താൻ. അവിടെ എത്തി. ഇവിടെ പിന്നെ കുറേ ബസ്സില്ലല്ലോ, കുറേ വെയിറ്റ് ചെയ്ത് നിന്ന്. ആ സമയത്ത് 1:05 വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന്. ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. ആകെ കുടുങ്ങി പറഞ്ഞാൽ കുടുങ്ങി. എൻ്റെ കയ്യിലുള്ള കാർഡാണ് പൈസ. ഇവരറ്റ ടാക്സിക്കാരുടെ കാർഡ് എടുക്കില്ല, ഓൾക്ക് ക്യാഷ് വേണം. കുടുങ്ങി പോകണോ, ബസ്സിനെ കാത്തുനിന്ന് കുടുങ്ങിയ സമയം അങ്ങനെ പോണ്. അങ്ങനെ ഞാൻ എന്താക്കി, കാർഡ് ഉപയോഗിച്ച് ഒരു വെള്ളക്കുപ്പി വാങ്ങി, ഭക്ഷണം കഴിച്ചിട്ടോ. അങ്ങനെ പോസ്റ്റായി അങ്ങനെ ഇരുന്ന്. അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നി. എൻ്റെ ബിഷുറു, ഏത് പാതിരാത്രിക്കും വിളിച്ചാലെത്തുന്ന നമ്മളെ ബിഷു തറ ചെക്കണ്ട്, കട്ട കമ്പനി. ഓനെ വിളിച്ച് ഓനിതാ ഞാൻ എത്തിയിടാന്ന് പറഞ്ഞു. ഓൻ വണ്ടി എടുത്ത് വന്നു നമ്മുടെ അടുത്തേക്ക്. ഓൻ വല്ലാത്തൊരു ജിന്ന തന്നെ പറയാൻ പറ്റും. കാരണം അങ്ങനത്തെ ചില സുഹൃത്തുക്കളുണ്ടാവില്ല നമുക്ക്. കാരണം നമ്മൾ കുടുങ്ങി കെടുക്കുന്ന സമയത്ത് ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഓടിപ്പാഞ്ഞ് വരുന്ന സുഹൃത്തുക്കളുണ്ടാവും. അതിൽ പെട്ട ഒരു മാണിക്കല്ലാണ് ഇബൻ. അങ്ങനെ ഞാൻ ആ സമയത്ത് അങ്ങനെ വിട്ട്. ഇവൻ്റെ കുറച്ച് ഉറക്കപിരാന്തല്ലേ, നമ്മൾ വല്ലാതെ തള്ളാമെന്നില്ല, കാരണം പിരാന്ത് കയറിക്കളും. അങ്ങനെ എൻ്റെ മുത്ത് അങ്ങനെ 2 മണി കഴിഞ്ഞിട്ട് എന്നെ എടുക്കാൻ വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ അടിച്ച് മിഞ്ഞിച്ച് പോയി. ഓന് ഉറക്കപിരാന്തൊന്നുമില്ല, ഓന് ആക്റ്റീവാണ് ആൾ, ബിഷുറു. അങ്ങനെ ഞാൻ എൻ്റെ ജംഗ്ഷനിലെത്തി. ഇവിടെ ഒന്നും ഒരു വണ്ടിയില്ല ഈ സമയത്തൊക്കെ, വണ്ടിൻ്റെ നിര. പക്ഷെ ഇവിടെ ഒന്നും ഒരു വണ്ടിയും ഇല്ല. ആദ്യമായിട്ട് എങ്ങനെയൊക്കെ റോഡ് കാണുന്നത്. റൂമിലൊക്കെ എല്ലാവരും നല്ല ഉറക്കിലൊക്കെ ഉറങ്ങി, ലേറ്റിടാൻ പറ്റില്ല. കുറച്ച് കാരൊക്കെ കണ്ട് അവിടെ അങ്ങനെ ഉണ്ട്. അതും കൂട്ടി ഞാൻ തിന്ന് ഒരറ്റക്കെടുത്തേ. അല്ലാഹു അക്ബർ.